രാഹുൽ മാങ്കൂട്ടത്തിൽ അജയ്യനായി തിരിച്ചുവരവ് നടത്തുകയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്നായിരുന്നു രാഹുലിന്റെ അറസ്റ്റ് വിലക്ക് മുൻകൂർ ജാമ്യം നൽകിയതിന്റെ അവസാന തീയതി ഇന്നായിരുന്നു. വീണ്ടും രാഹുലിന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ജനുവരി 7-ന്, അതായത് ഈ കേസ് ഇനി എന്നാണോ കോടതിയിലെത്തുന്നത് ആ ഒരു സമയം വരെ വീണ്ടും വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ രാഹുലിന്റെ തിരിച്ചുവരവിനേക്കാൾ ഉപരി ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ സൂചനയല്ലേ നൽകുന്നത്? ഉയർത്തെഴുന്നേൽപ്പിന് അപ്പുറത്തേക്ക് രാഹുലിനൊരു പിന്തുണ കോടതി തന്നെ കൊടുക്കുന്നു എന്നതിന്റെ ഒരു നേർ സാക്ഷ്യമാണ്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരുപാട് കേസുകൾ വരുമ്പോൾ ഇത്തരത്തിലുള്ള സ്ത്രീ വിഷയവുമായി അല്ലെങ്കിൽ പീഡനം അത്തരത്തിലുള്ള വിഷയങ്ങളുമായിട്ട് കോടതിയിലേക്ക് ഒരു കേസ് വരികയാണെങ്കിൽ അങ്ങനെ ജാമ്യമോ മുൻകൂർ അങ്ങനെ ഒന്നും തന്നെ കൊടുക്കത്തില്ല. നേരെ കോടതിയിലേക്ക് കൊണ്ടുവന്ന് ഹാജരാക്കുന്നു, റിമാൻഡിൽ പോകുന്നു. അങ്ങനെയാണ് നമ്മൾ സാധാരണയായി കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ കേസിൽ പ്രതിഭാഗം അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിച്ചുള്ള വിഷയങ്ങൾ കണക്കിലെടുത്ത് അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കൊടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. ആദ്യത്തെ അതിജീവിതവുമായിട്ടുള്ള കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് സെക്ഷൻ കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ച സമയത്ത് നേരെ ഹൈക്കോടതിയിലേക്ക് പോകുന്നു. അവിടുന്ന് ജാമ്യം ലഭിക്കും നമ്മൾ കണ്ടതാണ്. പക്ഷേ രണ്ടാം കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് സെക്ഷൻ കോടതി ആദ്യം തന്നെ ജാമ്യം കൊടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പം ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിലനിൽക്കുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്നായിരുന്നു അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷയുടെ അവസാന തീയതി. ഇന്നായിരുന്നു അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത്. അറസ്റ്റ് വിലക്കിന്റെ അവസാന തീയതി. അപ്പൊ അദ്ദേഹത്തിനെ നാളെ തൊട്ട് അറസ്റ്റ് ചെയ്യാമെന്നായിരുന്നു പോലീസുകാരുടെ കണക്കുകൂട്ടൽ. പക്ഷേ പോലീസിനെ സംബന്ധിച്ച് ഇലക്ഷൻ സമയത്ത് രാഹുലിനെ കിട്ടുക എന്നായിരുന്നു അവരുടെ അജണ്ട. കഴിഞ്ഞ ദിവസമായിരുന്നു രാഹുൽ അമ്പലത്തിൽ പോകുമ്പോഴും ഇതിലേക്ക് പിന്നാലെ ഒരു എസ്കോർട്ട് പോലെ നമ്മുടെ പോലീസുകാരൊക്കെ കൂടെ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഏത് നിമിഷം വിലക്ക് അവസാനിക്കുന്നു ആ നിമിഷം തന്നെ രാഹുലിനെ പൂട്ടാമെന്നുള്ള തന്ത്രമായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാഹുലിന്റെ പുറകെ പോലീസ് കൃത്യമായിട്ടുണ്ട്. രാഹുലിനെ സംബന്ധിച്ച് ഇപ്പോ ശബരിമല വിഷയം നടക്കുകയാണ്. ഇനി ഈ ശബരിമല വിഷയം പോറ്റിയെ കയറ്റിയെ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ ഈ വിവാദം അവസാനിപ്പിക്കണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടം വേണ്ടി വരും എന്നൊരു ധാരണ ഉണ്ടായതുകൊണ്ട് അറസ്റ്റ് ചെയ്യാനായിട്ടായിരുന്നു പോലീസ് കൃത്യമായിട്ട് നോട്ടം ഇട്ട് വെച്ചിരുന്നത്. അപ്പോൾ പോലീസിനെ സംബന്ധിച്ച് ഇപ്പോൾ പോറ്റിയെ കയറ്റിയ പാട്ട് പാടിയവനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. ഒരു പാട്ടിനെ പോലും ഭയപ്പെടുന്ന അല്ലെങ്കിൽ ഒരു പാട്ടിറങ്ങിയാൽ പോലും നിന്റെ ഒന്നും പാട്ട് ഇവിടെ വേണ്ടടാ എന്ന് പറയുന്ന രീതിയിലേക്ക് കേരളത്തിലെ പോലീസ് മാറിയിട്ടുണ്ട്. കേരളത്തിലെ പോലീസിന്റെ പ്രവൃത്തിയാണെങ്കിലും അത്തരത്തിലാണ് ഓരോ ദിനം പ്രതി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോലീസിന്റെ എന്ന് പറയുമ്പോൾ നമുക്ക് പറയണം അവർക്കൊരു പരിമിതികളുണ്ട്. കാരണം അവരിപ്പോ ചരട് വലിക്കുന്ന ഒരു പാവ അല്ലെങ്കിൽ ചരട് വലിച്ചാൽ ആടുന്ന പാവയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആഭ്യന്തര വകുപ്പ് എന്ത് തീരുമാനിക്കുന്നു അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ 10, 13 അല്ലെങ്കിൽ 16 ദിവസത്തോളം ആഭ്യന്തര വകുപ്പല്ലോ CPM-ന് വേണ്ടി പണിയെടുക്കുന്ന ഒരു കുറച്ച് ആളുകളായിട്ട് കേരളത്തിലെ പോലീസ് മാറുകയാണെങ്കിൽ അതിലും വലിയ ആക്ഷേപം കേരള പോലീസിന് സംഭവിക്കാനില്ല അല്ലെങ്കിൽ ലഭിക്കുവാനില്ല എന്നാണ്. രാഹുലിനെ ആദ്യത്തെ ദിവസങ്ങളിൽ അറസ്റ്റ് ചെയ്യണ്ട എന്നുള്ളത് യഥാർത്ഥത്തിൽ CPM-ന്റെയും ഈ പറയുന്ന പോലീസുകാരുടെയും ആവശ്യമായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് 16 ദിവസം ഒളിവിലാണെന്ന്. ഇലക്ഷൻ സമയത്ത് രാഹുൽ മാങ്കൂട്ടം വിഷയം നിലനിൽക്കുക എന്നത് കേരള പോലീസിന്റെയും CPM-ന്റെയും ആവശ്യകതയായിരുന്നു. ഇലക്ഷന് രാഹുലിനെ കിട്ടുക, കളത്തിൽ കിട്ടുക. ഇപ്പോ ഈ താണ്ഡവ സിനിമയിലെ മോഹൻലാലിനെ വെല്ലുവിളിക്കത്തില്ലേ, നിന്നെ ഇവിടെ വേണ്ട 10 പേര് കൂടുന്നിടത്ത് നിന്നെ അടിക്കാൻ കിട്ടണമെന്ന്. അത്തരത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന് അങ്ങനെ കിട്ടണമെന്നായിരുന്നു പോലീസുകാര് അന്വേഷിച്ച് നടന്നത്. അല്ലെങ്കിൽ അതിനൊരു സാഹചര്യം കേരള പോലീസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഇലക്ഷൻ വരെ ഇത്രയും ഈ വിഷയം നീട്ടിക്കൊണ്ടുപോയതും. ഇലക്ഷൻ സമയമായപ്പോഴത്തേക്ക് ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള പരാതികൾ, അതിന്റെ തലേ ദിവസം അടുത്ത പരാതി വരുന്നു, ഇങ്ങനെ വലിയ രീതിയിലുള്ള പരാതികൾ വരുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇലക്ഷൻ എല്ലാം കഴിഞ്ഞു, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം അതോടെ തന്നെ ഇല്ലാതായി എന്ന് വേണമെങ്കിൽ നമുക്ക് കാണാം. കാരണം ഈ ഒരു വിഷയം വന്നിട്ട് മാധ്യമങ്ങൾ അനങ്ങിയിട്ടില്ല, പോലീസുകാർ അനങ്ങിയിട്ടില്ല, ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഭൂമി കുലുക്കം ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത് ഇലക്ഷന്റെ തലേ ദിവസമായിരുന്നെങ്കിൽ ഇന്നൊരു ഭൂമി കുലുക്കം ഉണ്ടായേനെ. ഇന്ന് മാധ്യമങ്ങൾ വൈകുന്നേരം ചർച്ചകൾ ചെയ്തേനെ. വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ മാധ്യമങ്ങളിൽ രാഹുൽ മാത്രമായി മാറിയേനെ എന്നുള്ളതാണ്. ഇപ്പോ ഇലക്ഷന് മുൻപായിരുന്നെങ്കിൽ ഇപ്പോൾ ചേട്ടൻ പറഞ്ഞതുപോലെ മാധ്യമങ്ങളിൽ രാഹുൽ മാത്രമായേനെ. രാഹുൽ ഈ പറയുന്ന മാധ്യമങ്ങൾക്ക് മറ്റൊരു ബ്രേക്കിംഗും ഉണ്ടാകില്ലായിരുന്നു. പക്ഷേ രാഹുൽ കുറ്റക്കാരനല്ല എന്ന് കോടതി പറഞ്ഞിട്ടൊന്നുമില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 7-ാം തീയതി വരെ പോലീസിന്, അതായത് ജനുവരി 7 വരെ കേരള പോലീസിന് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാനോ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒന്നും തൊടാൻ പോലും കഴിയില്ല എന്നാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രാഷ്ട്രീയപരമായിട്ട് വിലയിരുത്തുമ്പോൾ രാഹുൽ മാങ്കൂട്ടം വന്ന് വോട്ട് ചെയ്തിട്ടുണ്ട്. പാലക്കാട് വന്ന് വോട്ട് ചെയ്തു. ആ വോട്ട് ചെയ്തത് എങ്ങനെയാണ്? എല്ലാവരും വന്ന് വോട്ട് ചെയ്തതിനു ശേഷം 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും രാഹുൽ വന്ന് വോട്ട് ചെയ്ത് ചായ കുടിച്ച് മാധ്യമങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. ആ ചോദ്യങ്ങൾക്കെല്ലാം മൗനം ഭജിച്ചുകൊണ്ട്
ഒരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചോളം ഒരു അടക്കവും ഒതുക്കവും ഒക്കെ വന്നിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതിനപ്പുറത്തേക്ക് ഇപ്പൊ രാവിലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്ന് വോട്ട് ചെയ്തിട്ട് പോയതെങ്കിൽ ഇതിലും വലിയ ആക്ഷേപം കോൺഗ്രസ് പാർട്ടിക്ക് കിട്ടാനില്ല എന്നതായിരുന്നു യാഥാർത്ഥ്യം. അപ്പൊ വൈകുന്നേരം ആയപ്പോഴത്തേക്കും എല്ലാം കഴിഞ്ഞ് കോൺഗ്രസ് പാർട്ടിയുടെ ആക്ഷേപം നമ്മൾ നോക്കണ്ട. കാരണം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ രാഹുൽ വിഷയം ഏറ്റവും കൂടുതൽ ബാധിച്ചേക്കുന്നത് LDFനെയാണ്. പൊതുജനങ്ങൾക്കിടയിലുള്ള വികാരം എന്ന് പറയുന്നത് രാഹുലിനെ പെടുത്തിക്കളഞ്ഞു, രാഹുൽ ചെയ്യാത്ത തെറ്റിനെ ക്രൂശിക്കുന്നു എന്നുള്ളൊരു ചിന്താഗതിയാണ് പൊതുജനങ്ങൾക്കിടയിൽ. അതിന്റെ യാഥാർത്ഥ്യം എന്നത് പലരും അന്വേഷിക്കുന്നില്ല. അത് മാത്രമല്ല, ഈ രാഹുൽ വിഷയത്തിൽ മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്യാതായി പോയപ്പോൾ രാഹുൽ വിഷയം ഒരു അജണ്ടയാണ് എന്ന് ജനങ്ങൾക്കൊരു ബോധ്യം വന്നു. അതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ്. കാരണം ബാക്കിയുള്ള വിഷയങ്ങളും കൂടെ ചർച്ചയായിരുന്നുവെങ്കിൽ രാഹുൽ വിഷയം ഇമ്പാക്ട് ആയേനെ. ഇവിടെ രാഹുൽ മാങ്കൂട്ടം വിഷയം ഇമ്പാക്ട് ആവാതെ പോയതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാതെ ഈ വിഷയം മാത്രം ചർച്ച ചെയ്യുമ്പോൾ ജനങ്ങളെ സംബന്ധിച്ച് എന്താണ്, ഇതൊരു അജണ്ടയാണ്, കോൺഗ്രസിനെ പൂട്ടാനുള്ള അജണ്ട. മറ്റവർ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം അവിടെ കിടക്കുകയാണ്. തെരഞ്ഞെടുപ്പിലും കാണുന്നത് പോലെയുള്ള ഒരു സ്ത്രീ വിഷയം മാത്രമായി ഇതിനെ പൊതുജനം കണ്ടിട്ടുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ CPMന്റെ കഴിവുകേട് തന്നെയാണ്. CPMന് മാത്രമല്ല, മാധ്യമങ്ങളുടെയും കഴിവുകേടാണ്. കാരണം എല്ലാ തെരഞ്ഞെടുപ്പിലും ഇത്തരത്തിലുള്ള നല്ല നേതാക്കന്മാർക്കെതിരെ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് സ്വാധീനമുള്ള നേതാക്കന്മാർക്കെതിരെ ഈ ഒരു സ്ത്രീ പരാതി അല്ലെങ്കിൽ ഒരു പീഡന പരാതി കൊണ്ടുവരുന്നത് CPMന്റെ ശീലമായി മാറി. അതിനപ്പുറത്തേക്ക് ഒരാൾക്ക് ജാമ്യം കൊടുക്കുക എന്ന് പറയുമ്പോൾ ആ വിഷയത്തിൽ കോടതി എത്രത്തോളമാണ് ആ വിഷയത്തിൽ കോടതി എടുത്തിട്ടുള്ള ഒരു ഗൗരവം എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും ജനുവരി 7 വരെ രാഹുലിനെ ഒന്ന് തൊടാൻ പോലും കേരളത്തിലെ പോലീസുകാർക്ക് കഴിയില്ല. ആ വിഷയം അതുവരെ ഒതുങ്ങി നിൽക്കും. ഇത്ര ദിവസത്തെ പോലെ തന്നെയുള്ള എസ്കോർട്ടിന് ജനുവരി 7 വരെ രാഹുലിന് ഉണ്ടാകുമെന്നുള്ളതാണ്. അത് സ്വാഭാവികമാണ്. ഇപ്പൊ രാഹുലിനെ സംബന്ധിച്ച് കേരള രാഷ്ട്രീയത്തിൽ CPMന് അടിക്കാൻ കിട്ടിയ ഏറ്റവും നല്ല വടികളിൽ ഒന്നാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയാൻ കഴിയും. അപ്പോൾ അത് CPM കൃത്യമായിട്ട് ഉപയോഗിക്കും. ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ രാഹുൽ മാങ്കൂട്ടത്തെ എന്തായാലും മൂടിക്കും എന്നത് ഒരു യാഥാർത്ഥ്യമാണ്.